സഹാബാ മൂന്ന് കണ്ണുകൾ നരകത്തിൽ പ്രവേശിക്കുകയില്ല, നരകം കാണുകയില്ല, തൊടുകയില്ല. ഹറാം കാണാത്ത കണ്ണാണ് ഹറാം ദർശിക്കാത്ത കണ്ണാണ്. അശ്ലീലമാക്കപ്പെട്ട കാഴ്ചകളിലേക്ക് തന്റെ കണ്ണുകളെ കൊണ്ടുപോകാത്തതായ കണ്ണുകളുണ്ടോ, തീർച്ചയായും അവന് പരിപൂർണമായ നരകീയ മോചനപത്രമുണ്ട് എന്ന് നബിയുനാ റസൂലുള്ളാഹി. രാത്രി ഉറക്കമൊഴിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമത്തെ, അനാവശ്യമാകുന്ന വീഡിയോ കോളുകളും വീഡിയോ കാഴ്ചകളും കാണുന്നവരില്ലേ, ഹറാമാണ്, ഹറാമാ. നരകം വിലക്ക് വാങ്ങരുതേ. നരകത്തെ തൊടാത്ത, നരകം സ്പർശിക്കാത്ത മൂന്ന് വിഭാഗങ്ങള് ഹബീബായ നബി തങ്ങൾ എണ്ണുകയാണ്. ഹറാം കാണാതെ കണ്ണുകൾ അടയ്ക്കുന്നതായ കണ്ണുണ്ടോ, തീർച്ചയായും നരകീയ മോചനമാണ്. തീർന്നില്ല. വഅയ്നു സഖറത്ത് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതായ കണ്ണാണ്. പരിശുദ്ധമായ ഖുർആൻ ഓതിയിട്ടുള്ളതായ കണ്ണാണ്. രാത്രിയിൽ ഒരു ജുസ് ഖുർആൻ പാരായണം ചെയ്യുന്ന ഉമ്മമാരുണ്ടോ, ഉപ്പമാരുണ്ടോ? സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്ത് യാസീൻ നോക്കി പാരായണം ചെയ്യുന്നവരുണ്ടോ? സൂറത്തുൽ വാഖിയ ഓതുന്നവരുണ്ടോ? സൂറത്തു സദദ ഓതുന്നവരുണ്ടോ? സബഉൽ മുൻജിയാത്ത് എന്നറിയപ്പെടുന്ന ശ്രേഷ്ഠമായ സൂക്തങ്ങൾ ഓതുന്നവരുണ്ടോ? ആയിഷ ബീവിയെ ഒന്ന് പറഞ്ഞു തരുമോ ഉമ്മ? ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ, നിങ്ങളുടെ അടുക്കൽ ഏത് നിലയിലായിരുന്നു വർത്തിച്ചിരുന്നത്? ഉടനെ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഫഖാലത്ത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ കാന ഇൻദി കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി, കുടുംബത്തെ എപ്പോഴും സദാസമയം സഹായിച്ചുകൊണ്ട് നിലകൊണ്ടിരുന്നു. വഇദാ ഹവറതി സ്വലാഹ് ഹയ്യ അലൽ സ്വലാഹ് ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിന് വേണ്ടി പള്ളിയിൽ നിന്ന് ബാങ്ക് മുഴങ്ങുന്നത് കേട്ടാൽ ഖറജ ഇലൽ മുസല്ല, നിസ്കരിക്കാൻ വേണ്ടി പോകുമായിരുന്നു. അതുവരെ പ്രവാചകർ കുടുംബത്തോടൊപ്പം തന്നെ നിലകൊണ്ടിരുന്നു, കുടുംബത്തെ സഹായിക്കുമായിരുന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. നമ്മളോ വീട്ടിൽ തേങ്ങ ഇങ്ങനെ ചിരണ്ടാൻ പറഞ്ഞാൽ പോലും അതിന്റെ അടുത്ത് പോയി നിൽക്കും. അവരിങ്ങനെ ചിരണ്ടി ഇടുമ്പോ അതിങ്ങനെ അടുത്ത് വായിലിടും. അതാണ് പരിപാടി. അങ്ങനത്തെ ചില പരിപാടികൾ. മാങ്ങ അവരിങ്ങനെ മുറിച്ചോണ്ടിരിക്കാൻ, നമ്മളോട് തന്നാ മുറിക്കൂല. അതിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നമ്മളിങ്ങനെ അടുത്ത് പോയിരുന്നിട്ട് കഥയൊക്കെ പറഞ്ഞ് അവസാനം അവർ പിച്ചാത്തിയിട്ട് ഓടിക്കും. അപ്പൊ നമ്മൾ വെക്കപ്പോ അത് തന്നെ അവസ്ഥ. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കുമാറാവും. ആരാണ് കുടുംബത്തെ സഹായിക്കുന്നത്? ഒരു 10 മിനിറ്റ് നമ്മളോടൊപ്പം നിൽക്കണം. 10 പ്ലേറ്റ് നമ്മുടെ വീട്ടിലൊന്ന് കഴുകി നോക്കാം. അപ്പൊ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. നടുവിന് ഇവിടെ ഒരു പിടുത്തം വീഴും. ക്ലിക്ക് കഴിഞ്ഞു. അപ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ടറിയാം. ഡെയിലി ഒന്ന് ചെയ്തു നോക്ക്, ഒന്ന് സഹായിക്കണം നമ്മളവരെ. നമ്മളെ കൊണ്ട് കഴിയുന്നത് പ്ലേറ്റ് കഴുകലായാലും അല്ലെങ്കിൽ ഒന്ന് വൃത്തിയാക്കലായാലും അതൊക്കെ ഒന്ന് ചെയ്തു നോക്കേ. പ്രവാചകരുടെ ചര്യയായിരുന്നു. 23 വർഷം കൊണ്ട് ലോകം മുഴുവനും സമുദ്ധരിച്ച പ്രവാചകരുടെ ജീവിത ചര്യയായിരുന്നു. എല്ലാ വിഷയങ്ങളിലും പ്രവാചകൻ ഇടപെട്ടിരുന്നു. നോക്കൂ, 9 ഭാര്യമാരെ സംതൃപ്തിപ്പെടുത്തണമെങ്കിൽ എത്ര വലിയ സംഭവമാണ്. കാന യദൂറു അലാ നിസാഇഹി ബഅദൽ അസ്ർ, അസ്ർ നിസ്കാരം കഴിഞ്ഞ് എല്ലാ ദിവസവും കുടുംബത്തെ ഇങ്ങനെ സന്ദർശിക്കും. ഭാര്യമാരുടെ എല്ലാവരുടെ അടുക്കലും പോകും, എല്ലാവരുടെയും വിഷമങ്ങൾ തീർക്കും. നമുക്ക് ഒരു ഭാര്യയേ ഉള്ളൂ, നേരെ രൂപ കൊണ്ടു നടക്കാൻ കഴിയുന്നില്ല. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. എന്തുകൊണ്ടാണ് പറ്റാത്തത്? നമ്മൾ ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച നമുക്കില്ല. നമ്മൾ കടുംപിടുത്തം പിടിക്കാൻ ചില ഭാഗങ്ങളിൽ നമ്മൾ താഴ്ന്നു കൊടുക്കേണ്ട സ്ഥലങ്ങളുണ്ട്. അവിടെ നമ്മൾ അതിനനുസരിച്ച് നിൽക്കണം. എപ്പോഴും ഒച്ചപ്പാടും ബഹളവും കുടുംബത്തിൽ ഉണ്ടാകണമെന്ന് ചിന്തിച്ചാൽ അങ്ങനെ തന്നെയാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. പ്രവാചകരുടെ ചര്യ നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കണ്ടോ, പ്രവാചകൻ പറഞ്ഞതാണ്, വൻ നിസാഉ, എന്റെ ഭാര്യമാരെ എനിക്ക് വല്ലാത്ത പ്രിയാണ്. സുഗന്ധം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടം അതാണ്. നമ്മൾ ഇന്നു മുതൽ നമുക്ക് വേണം ഒരു അത്തർ, ഒരു ചെറിയൊരു കുപ്പി എപ്പോഴും നമ്മുടെ കൈവശം വേണം.
ഏത് യാത്രാവേളയിലും എപ്പോഴും നമ്മുടെ വാഹനത്തിലുണ്ടാവണം. അങ്ങനെ പ്രവാചകർ ഇഷ്ടം വെക്കുന്നവരാകണം. നല്ലൊരു സുഗന്ധം, ഏറ്റവും ഇഷ്ടപ്പെടുന്ന പെർഫ്യൂം, ആൽക്കഹോൾ ഇല്ലാത്ത, വിത്തൗട്ട് ആൽക്കഹോൾ ഉള്ളതാകുന്ന സംഭവം, നല്ല സ്പ്രേയും കിട്ടും. അത് വാങ്ങിച്ചിട്ട് നല്ല പെർഫ്യൂം. ചില സാധനങ്ങളൊക്കെ അടിച്ചാൽ പിന്നെ മയ്യത്തിന് വേറെ എവിടെയും പോകണ്ട, വീട്ടുകാർ തന്നെ മയ്യത്തോ, അങ്ങനത്തെ ഐറ്റം ഉണ്ട്. അതൊന്നും അടിക്കരുത്. നമ്മളെപ്പോഴും അടിക്കുന്നത് സ്ത്രീകൾ കൂടി ഇഷ്ടപ്പെടുന്നതായിരിക്കണം. എന്തിന്? നമ്മുടെ ഭാര്യയ്ക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ മറ്റു പെണ്ണുങ്ങളല്ല. എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. സുഗന്ധം നല്ലതുപോലെ ഉപയോഗിക്കുക. ഇത് കല്യാണത്തിന്റെ അന്നൊന്ന് അടിച്ചതുപോലെ പിന്നെ ജീവിതത്തിൽ ഇന്ന് വരെ അടിച്ചിട്ടില്ല. കുളിക്കാതെ നടക്കുക. ഒരു തൻളീഫ്, ഒരു ശുദ്ധി പോലും നമ്മുടെ ശരീരത്തിലില്ല. മിസ്വാക്ക് ചെയ്യാൻ പലപ്പോഴും നമ്മളെ പല ആളുകളും മറന്നു പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ എത്ര വായ്നാറ്റമാണ്, നമ്മൾ തന്നെ അറിയുന്നില്ല. അവനവന്റെ സ്വന്തം വായ്നാറ്റം അറിയുന്നില്ല. അതിന് കൈപിടിച്ചിട്ട് ഇങ്ങനെ ഹൂ ഹൂന്ന് ഊതിയാലൊന്നും വായ്നാറ്റം അറിയൂല. ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ കേൾക്കുന്നവരെ, അല്ലാഹു നിനക്ക് സംരക്ഷണം നൽകുമേ, സംരക്ഷണം നൽകുമേ. നരകത്തെ തൊട്ടുള്ള പരിപൂർണമായ മോചനപത്രം അല്ലാഹു നിനക്ക് രേഖപ്പെടുത്തുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമസ്കരിക്കുന്നവരെ, ഖുർആൻ ഓതുന്നവരെ, ദിക്ർ ചൊല്ലിക്കൊണ്ട് നിലകൊള്ളുന്നവരെ, وعين سهرت في سبيل الله, അല്ലാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ, ഈ സദസ്സിൽ വന്നുകൊണ്ട്, മമ്പാട് ഐക്യ ഹാളിൽ വന്നുകൊണ്ട് രാത്രി ഉറക്കമൊഴിച്ചുകൊണ്ട് വാല് കേൾക്കുന്ന പ്രിയപ്പെട്ട ഉമ്മ, നാളെ ആഖിറത്തിൽ നിനക്ക് സാക്ഷിപത്രമാണ്, സാക്ഷിപത്രമാണ്. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞാൻ ആ രാത്രിയുടെ വേളയിൽ ഇന്നാരിന്ന ദിവസത്തിൽ പരിശുദ്ധ റബീഉൽ അവ്വലിന്റെ രണ്ടാമത്തെ രാവിൽ SYSന്റെ പ്രവർത്തകർ ഒരുമിച്ച് കൂട്ടിയ മതവിജ്ഞാന വേദിയിൽ മണിക്കൂറുകളെ ചെലവഴിച്ചവനാണ് റബ്ബേ. എനിക്ക് നാളെ ആഖിറത്തിൽ സാക്ഷിപത്രമാക്കാൻ ഈ രാവ് ഉപകരിപ്പിക്കണേ അല്ലാ. ഈ രാവ് നിനക്ക് നാളെ സ്വർഗത്തിലേക്ക് കടക്കാൻ നിദാനമാണ്, നരകത്തെ തൊട്ട് കാവലാണ്, കാവലാ. വഅൈനുൻ സഹറതു ഫീ സബീലില്ലാഹ്, അല്ലാഹു ഇഷ്ടപ്പെട്ടതാകുന്ന സദസ്സല്ലേ, ഹബീബായ നബി തങ്ങളെ പ്രിയം വെക്കുന്ന മജ്ലിസല്ലേ. ഈ മജ്ലിസിൽ ഉറക്കമൊഴിച്ച പ്രിയപ്പെട്ട മുഅ്മിനേ, നിനക്ക് ഉറപ്പാണ് നരകീയ മോചനം കിട്ടുമേ. തീർന്നില്ല, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ മൂന്നാമതായി പറയുകയാണ്, വഅൈനു ഖറജത മിൻഹാ ദുമൂ മിസ്ല റഅസി ഗുബാബ്. ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട്, പടച്ച റബ്ബേ, ഞാൻ തെറ്റുകൾ ചെയ്തു പോയവനാണ് അല്ലാ, കള്ളു കുടിച്ചു പോയി റബ്ബേ, വ്യഭിചരിച്ചു പോയ അല്ലാ, സിനിമ കണ്ടുപോയി അല്ലാ, സിനിമാ തിയേറ്ററിൽ പോയി റബ്ബേ, ഹറാമായ കാഴ്ചകൾ കണ്ടവനാണ്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ടു തീർത്തവനാണ്, മോശപ്പെട്ട തരത്തിലേക്ക് എന്നെ കണ്ണിനെ കൊണ്ടുപോയവനാണ്, കാതിനെ കൊണ്ടുപോയവനാണ്, കാമുകിയുമായി അനാവശ്യമാകുന്ന ചാറ്റിങ്ങൾ എന്റെ കൈകൊണ്ട് നടത്തിയവനാണ് റബ്ബേ, അനാവശ്യ ഭാഷണം നടത്തിയവനാണ് അല്ലാ. എനിക്ക് നീ പൊറുക്കണേ അല്ലാ, എന്റെ പാപങ്ങൾ പൊറുക്കണേ റബ്ബേ എന്ന് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്ന മനുഷ്യനുണ്ടോ? വഅൈനുൻ ഖറജത മിൻഹാ ദുമൂ, ഒരു ഈച്ചയുടെ അളവിന് പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊഴിച്ചുകൊണ്ട് പടച്ച റബ്ബിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരെ, അല്ലാഹു നിനക്ക് നരകീയ മോചനപത്രം നൽകുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനെന്ത് വേണം? രാത്രിയിൽ ഉറക്കമൊഴിക്കുന്നത് ആ രീതിയിലാവണം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് അത്തരത്തിലുള്ള ഒരു മജ്ലിസായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മസ്ജിദുൽ അഖ്സയിലേക്ക് ഞാനെത്തി 1,23,999 അംബിയാ മുർസലീങ്ങൾക്കും ഞാൻ ഇമാമായി നിസ്കരിക്കുകയാണ്. وقدمتك جميع الأنبياء بهم والرسل تقدم ما خدوم على خدمي مولاي صل وسلم دائما أبدا على حبيبك خير الخلق
كلهم سريت من حرمي ليلا إلى حرمي كما سرى البدر في داج من الظلم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടതാകുന്ന ഇമാം ബുസീരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ബുർദയിലൂടെ പഠിപ്പിക്കുകയാണ് പരിശുദ്ധമാക്കപ്പെട്ടതായ ഹറം ശരീഫിൽ നിന്ന് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് രാത്രിയിൽ നിന്ന് വളരെ കുറഞ്ഞ സമയം കൊണ്ട് യാത്ര ചെയ്തവരല്ലേ ആകാശത്ത് മിന്നിമറയുന്നതാകുന്ന നക്ഷത്രങ്ങളിലൂടെ ചന്ദ്രൻ ഒളിയിട്ട് സഞ്ചരിക്കുന്നത് പോലെ ലോകത്തിന്റെ നെറുകയിലൂടെ തങ്ങൾ എല്ലാത്തിനെയും പകഞ്ഞു മാറ്റിക്കൊണ്ട് സഞ്ചരിച്ചു പോയവരല്ലേ വല്ലാത്ത യാത്രയാണ് ഹബീബായ നബി തങ്ങൾ സന്തോഷിക്കുകയാണ് മസ്ജിദുൽ അഖ്സയിലേക്ക് എത്തുകയാണ് പവിത്രമാക്കപ്പെട്ട പള്ളിയല്ലയോ അവിടെ നിന്നുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ തന്റെ പ്രിയപ്പെട്ടതാകുന്ന സ്വഹാബത്ത് തന്റെ പ്രിയപ്പെട്ടതാകുന്ന അംബിയാ മുർസലീങ്ങൾക്ക് ഇമാമത്തായി നിർവഹിക്കുകയാണ് നമസ്കാരം കഴിഞ്ഞു ഹബീബായ നബി തങ്ങളുടെ മുന്നിലേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം രണ്ട് പാത്രങ്ങളായി കടന്നു വരുകയാ ആ പ്രവാചകരോട് നബിയോട് പറയുന്നു നബിയേ ഇഖ്തർ യാ റസൂലല്ലാഹ് ഇഷ്ടമുള്ള കോപ്പ തിരഞ്ഞെടുക്കാം റസൂലേ അല്ലാഹുവിന്റെ റസൂൽ നോക്കുമ്പോ ഒന്നിൽ പാലാണ് മറ്റൊന്നിൽ കള്ളാണുള്ളത് അല്ലാഹുവിന്റെ റസൂൽ പാലിനെ തിരഞ്ഞെടുക്കുകയാണ് ഉടനെ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ് വലൗ ഇഖ്തറതൽ ഖമറ ലഗവതു ഉമ്മതുക നബിയേ തങ്ങളെങ്ങാണം കള്ള് തിരഞ്ഞെടുത്തിരുന്നു എങ്കിൽ തങ്ങളുടെ സമുദായം മുഴുവനും പിഴച്ചു പോയേനെ റസൂലേ പിഴച്ചേനെ ഹബീബേ ഇഖ്തറതൽ ഫിത്രത യാ റസൂലല്ലാഹ് കാരുണ്യത്തിന്റെ തിരുദൂതരെ തങ്ങളെ തിരഞ്ഞെടുത്തത് സന്മാർഗലബ്ധിയാണ് തങ്ങളെ തിരഞ്ഞെടുത്തത് ഏറ്റവും ഹൈറായ മാർഗമാണ് വലൗ ഇഖ്തറതൽ ഖംറ ലഗവതു ഉമ്മതുക 1400 വർഷം മുമ്പ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ അലൈഹിസ്സലാം ഇത് പറയുന്നുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ മുസ്ലിമത്തേ അന്ന് പ്രവാചകരെങ്ങാനും കള്ള് തിരഞ്ഞെടുത്തിരുന്നെങ്കിൽ ഈ ഉമ്മത്ത് മുഴുവനും പിഴച്ചു പോയേനെ എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം അന്ന് പ്രവാചകർ കള്ള് തിരഞ്ഞെടുത്തിട്ട് തന്നെ എത്ര ആളുകൾ അവിടെ കള്ളു കുടിക്കുന്നത് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഈ പാല് തിരഞ്ഞെടുത്തിട്ട് തന്നെ അന്ന് പ്രവാചകർ പാല് തിരഞ്ഞെടുത്തിട്ട് തന്നെ ഈ ഉമ്മത്തിൽ എത്ര ആളുകൾ കള്ളു കുടിക്കുന്നവരായി മാറി ഇപ്പോഴും ഈ കഴിഞ്ഞ ഓണത്തിന് കണക്കെത്രയാ നഊദു ബില്ലാഹ് അല്ലാഹു നമ്മളെ കാക്കട്ടെ ഏത് ജില്ലയാ പിറകോട്ടുള്ളത് എല്ലാവരും മത്സരിച്ചു കുടിക്കാൻ എവിടെയാണ് ലോകം എത്തിച്ചേരുന്നത് അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ ഈമാൻ പരിപൂർണമായി ഊരപ്പെട്ടു പോകും നബി മുഹമ്മദ് മുസ്തഫ പഠിപ്പിച്ച എന്നിട്ടും ഈ ഉമ്മത്തിൽ എത്ര ആളുകൾ ഇപ്പോഴും ലഹരി നുണയുന്നവരുണ്ട് ഇന്നിപ്പോ കള്ളൊക്കെ മാറി MDMAയും LSDയും മാരകമാകുന്ന ലഹരി ഉൽപ്പന്നങ്ങളും ഒക്കെ നാവിനടിയിൽ വെച്ച് വാത് കേൾക്കാൻ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇന്നത്തെ തലമുറ മാറുക ചിലരെ കാണുന്നില്ലേ ഖുതുബ ഓതാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഇമാം മുമ്പ് ഖുതുബ ഓതുന്ന സമയത്താണ് ചെടിയടിയിൽ നിന്ന് എടുത്ത് കുറച്ചു നേരം പോകത്തി വെച്ച് ഖുതുബ കഴിഞ്ഞ് നിസ്കാരം കഴിയുമ്പോൾ വീണ്ടും അത്ര അഡിക്റ്റായി നിൽക്കുന്ന ആളുകൾ തിരികെ വെക്കാൻ എവിടെയാണ് ലോകം അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ എവിടെയാണ് ലോകം എത്തിച്ച് അപ്പൊ പ്രവാചകരെങ്ങാനും അന്ന് കള്ളെടുത്തിരുന്നെങ്കിലുള്ള അവസ്ഥ അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് വലൗ ഇഖ്തറതൽ ഖംറ ലഗവതു ഉമ്മതുക തങ്ങളുടെ ഉമ്മത്ത് നശിക്കും തീരാണ് അതോടുകൂടി അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ ഇഖ്തറതൽ ഫിത്രത തങ്ങൾ തിരഞ്ഞെടുത്തത് സന്മാർഗലബ്ധിയാണ് നോക്കൂ നിങ്ങൾ എത്ര കാര്യങ്ങളാണ് ഇതിനിടയിൽ പഠിപ്പിക്കുന്നത് ഒരു യാത്ര പോകുന്ന സമയത്ത് നമ്മൾ ഫാമിലിയായിട്ട് പോവാൻ നിലമ്പൂർക്ക് പോയി അല്ലെങ്കിൽ ഇവിടുന്ന് പെരിന്തൽമണ്ണയ്ക്ക് പോവാൻ അല്ലെങ്കിൽ മമ്പുറത്തേക്ക് പോയി സിയാറത്തിന് ഉദാഹരണം അങ്ങനെ നമ്മൾ യാത്ര പോകുന്ന വേളയിൽ
ഇടയ്ക്കൊന്ന് വിശ്രമിക്കാനൊന്ന് ഇറങ്ങണം, ഒരു കൂൾ ഡ്രിങ്ക്സ്. ഏയ് ബോയ് സാഹിബ്, ഇടയ്ക്ക് ഇറങ്ങിയിട്ട് ഒരു കൂൾ ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കണം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരെ കൊണ്ടൊരു യാത്ര പോവാൻ ബൈത്തുൽ മുഖദ്ദസിലേക്ക് വന്നു. അവിടെ വന്നു, നിസ്കാരമൊക്കെ കഴിഞ്ഞു പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല പാല് കൊടുക്കാൻ നോക്കൂ നിങ്ങൾ. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പാല് കുടിച്ചതിന് ശേഷമാണ് യാത്ര മുന്നേ പോവാൻ. എങ്ങോട്ടാ പോകുന്നത്? അള്ളാഹുവിന്റെ ഹദ്റത്തിലേക്ക് പോവാൻ. ഭയങ്കര യാത്ര. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വീണ്ടും ബുറാഖ് എന്ന വാഹനത്തിലേക്ക് എന്നെ കയറ്റുകയാണ്. സുബ്ഹാനല്ലാഹ്. ആദരവായ പ്രവാചകർ പറയുന്നു, ദീർഘമായ യാത്രയാണ്. ചുരുക്കി പറയാൻ കാരണം നമ്മുടെ വിഷയം മാത്രം ഒന്ന് പറഞ്ഞു പോവാ. ചന്ദ്രനുമായി ബന്ധപ്പെട്ടതായതുകൊണ്ട് അതൊന്ന് പറഞ്ഞു പോകൽ മാത്രമാണ് ലക്ഷ്യം. വിശാലമായി ഇസ്രാ മിഅ്റാജ് ഒന്നും ഇവിടെ പ്രതിപാദിക്കുന്നില്ല, വളരെ ചുരുക്കി പറയാം. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം ഞാനുമായിട്ട് യാത്ര തുടരുകയാണ്. ബുറാഖ് എന്ന വാഹനത്തിലേക്ക് കയറി. സുബ്ഹാനല്ലാഹ്. ആകാശ സീമകളിലൂടെയുള്ള യാത്രയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ ഇല്ലാ വഫീഹാ മലായിക. ആകാശ ലോകത്തേക്ക് വെക്കുന്നതായ ഓരോ ചവിട്ടടിയിലും അവിടെ മലക്കിന്റെ സാന്നിധ്യം ഞാൻ അറിയുന്നുണ്ട് എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി. 7 ആകാശങ്ങളിലേക്കുള്ള യാത്രയാണ്, അതിനപ്പുറത്തേക്കുള്ള സഞ്ചാരപാതയാണ്. 1-ാം ആകാശത്തേക്ക് തന്നെ യാത്ര ചെയ്യുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മാ ഫിസ് സമാഇ മൗദിഉ ഖദമിൻ. ആകാശ ലോകത്തേക്കുള്ള ഓരോ ചവിട്ടടിയിലും ഇല്ലാ വഫീഹാ മലായിക. അവിടെയെല്ലാം മലക്കുകളുണ്ട് സഹാബ. ഓരോ ചവിട്ടടിയിലും മലക്കുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. 1-ാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്. 1-ാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തിയ സന്ദർഭം ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം ആകാശത്തെ കാക്കുന്ന മലക്കുകളോടായി പറയുന്നു, ഒന്ന് തുറക്കൂ ഹബീബേ, ഒന്ന് തുറക്കൂ ഹബീബേ. ഉടനെ ആകാശത്തെ കാക്കുന്ന മലക്ക് ചോദിക്കുകയാണ്, ആരാണ് നീ? ഉടനെ പറഞ്ഞു, അന ജിബ്രീൽ വമൻ മഅക. നിന്റെ കൂടെയുള്ളതാരാണ്? മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് പ്രവാചകനാണ്, കാരുണ്യത്തിന്റെ തിരുദൂതരാണ്. അദ്ദേഹത്തിലേക്കാണോ നിന്നെ നിയോഗിക്കപ്പെട്ടത്? അതെ, അദ്ദേഹത്തിലേക്കാണ് അയച്ചത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ ആകാശ ലോകം തുറക്കുകയാണ്. 1-ാം ആകാശം തുറക്കുകയാണ്. ഫൈദം ബി ആദം അലൈഹിസ്സലാം. സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം 1-ാം ആകാശത്ത് നിലകൊള്ളുകയാണ്. മർഹബാ ബിന്നബി സാലിഹ് വൽ ഇബ്നി സാലിഹ്. സ്വാഗതമാണ് പൊന്നുമോനെ, സ്വാഗതമാണ് പൊന്നുമോനെ. ഈ വാപ്പാക്ക് സന്തോഷമാണ്, സന്തോഷമാണ്. പ്രഥമ മനുഷ്യനാകുന്ന ആദം നബി അലൈഹിസ്സലാം 1-ാം ആകാശത്ത് സ്ഥാനം പിടിച്ചിരിക്കുകയാണ്. ഇതേ പ്രവാചകനെ അല്പം മുമ്പ് പ്രവാചകനെ കണ്ടതാണ്. പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിൽ അമ്പിയാക്കളുടെ യാത്ര എത്രയോ ദൈർഘ്യമാണ്, സന്തോഷമാണ്. 1-ാം ആകാശത്ത് ആദം നബി അലൈഹിസ്സലാമിനെ കാണുകയാണ്. സന്തോഷത്തിന്റെ സ്വാഗതം ഓതുകയാണ്. പ്രവാചകർ പറയുന്ന മുന്നോട്ടുള്ള യാത്രയാണ്, യാത്രയാണ്. സുബ്ഹാനല്ലാഹ്. 2-ാം ആകാശത്തിന്റെ ചുവട്ടിലെത്തി. ആകാശം തുറക്കാൻ ആവശ്യപ്പെടുകയാണ്. വാതില് തുറക്കുന്നതിന് മുമ്പ് മലക്കുകൾ ചോദിക്കുന്നു, ആരാണ് നീ? ഞാൻ ജിബ്രീലാണ്. നിന്റെ കൂടെയുള്ളത് ആരാണ്? മുഹമ്മദാണ്. അദ്ദേഹത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടത്. അതേ എന്ന് മറുപടി പറയുമ്പോ ഫഫതഹ. 2-ാം ആകാശവും തുറക്കപ്പെടുകയാണ്. ഫൈദം ബിഈസാ വയഹ്യാ ഇബ്നു സക്കരിയ.
മറിയം ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അല്ലാഹു കനിഞ്ഞു നൽകിയതാകുന്ന ഈസാ നബി അലൈഹിസ്സലാമും സക്കരിയ നബി അലൈഹിസ്സലാമിനെ പടച്ചു നൽകിയതായ അല്ലാഹു പ്രായാധിക്യ സമയത്ത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് മറിയം ബീവിയുടെ മഠത്തിൽ ദുആ ചെയ്തുകൊണ്ട് നിലകൊള്ളുമ്പോ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് നൽകിയതാകുന്ന യഹ്യ എന്ന പ്രവാചകരെയും രണ്ടുപേരെയും ദർശിക്കുകയാണ്. രണ്ടുപേരും വിളിച്ചു പറയുകയാണ്, മർഹബാ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്. സ്വാഗതമാണ് പൊന്നുമോനെ, കടന്നു വരിക പൊന്നുമോനെ. ആദരവായ പ്രവാചകർ രണ്ടാം ആകാശവും കയറി യാത്ര തുടരുകയാണ്. മൂന്നാം ആകാശത്തിന്റെ ചുവട്ടിലേക്ക് എത്തി. ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നു, മറുപടികൾ ആവർത്തിക്കപ്പെടുന്നു, വാതിലുകൾ തുറക്കപ്പെടുകയാണ്. യൂസുഫ് അലൈഹിസ്സലാം, മൂന്നാം ആകാശത്ത് യൂസുഫ് നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന മുത്തുനബിയെ, കടന്നു വരിക, കടന്നു വരിക. ഞങ്ങൾക്കാർക്കും കിട്ടാത്തതാകുന്ന നേട്ടമാണ് തങ്ങൾ കൈവരിച്ചിട്ടുള്ളത് റസൂലേ. കടക്കണേ ഹബീബേ. അല്ലാഹുവിനെ കാണാനുള്ള യാത്രയാണ്, യാത്രയാണ്. ചന്ദ്രയാൻ 3 എത്തിയതിന്റെ പേരിൽ സന്തോഷിക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിമേ, അതിലേറെ നീ സന്തോഷിക്കേണ്ട വകയുള്ള വസ്തുതയാണ്. ഹബീബായ നബി തങ്ങൾ ആ ചന്ദ്രവേഗങ്ങളെ കടന്നുകൊണ്ട് യാത്ര ചെയ്തവരല്ലയോ? എല്ലാ ഗ്രഹങ്ങളെയും ഉപഗ്രഹങ്ങളെയും താണ്ടിയിട്ട് ഹബീബായ നബി തങ്ങൾ യാത്ര തിരിക്കുകയാണ്. 4ാം ആകാശത്തേക്ക് എത്തുകയാണ്. വാതിൽ തുറക്കപ്പെടുകയാണ്. ആരാണ് എന്ന് ചോദിക്കുന്ന മറുപടി നൽകുന്ന വാതിൽ തുറക്കപ്പെടുമ്പോ ഫൈദം ബി ഇദ്രീസ് അലൈഹിസ്സലാം, ഇദ്രീസ് അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ മർഹബാ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന മുത്തുനബിയെ, കടന്നു വരിക റസൂലേ. ആദരവായ പ്രവാചകർ മുന്നോട്ട് തിരിക്കുകയാണ്, യാത്ര പോയാണ്. ജിബ്രീൽ അലൈഹിസ്സലാമുണ്ട്. ബുറാഖ് എന്ന വാഹനത്തിലാണ്. മലക്കുകൾ തിങ്ങി നിറഞ്ഞ ആകാശത്തിലൂടെ ഞങ്ങളിതാ യാത്ര പോയി. പ്രവാചകനെ പറയുകയാണ്, 5ാം ആകാശത്തേക്ക് എത്തിയപ്പോൾ അതിന്റെ വാതിലുകളും തുറക്കപ്പെടുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫൈദം ബി ഹാറൂൻ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജ്യേഷ്ഠ സഹോദരനാകുന്ന ഹാറൂൻ നബി അലൈഹിസ്സലാം കാത്തു നിൽക്കുകയാണ്. മർഹബാ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്. കടന്നു വരുക നബിയെ, മംഗളമാണ്, ആശ്വാസമാ. ആശംസകളുടെ വചനമോദി അല്ലാഹുവിന്റെ റസൂലിനെ സ്വാഗതമരുളുകയാണ്. 6ാം ആകാശത്തേക്ക് എത്തുകയാണ്. വാതിൽ തുറക്കപ്പെടുകയാണ്. ഫൈദം ബി മൂസാ, അല്ലാഹുവുമായി തൂരി സീനാ മലയിൽ വെച്ചുകൊണ്ട് പല ആവർത്തി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ഒന്ന് കാണാൻ പറ്റാത്തതാകുന്ന മൂസാ നബി അലൈഹിസ്സലാം 6ാം ആകാശത്ത് കാത്തു നിൽക്കുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം സ്വാഗതമരുളി. മർഹബാ ബിൻ നബി സാലിഹ് വൽ അഖി സാലിഹ്. പ്രവാചകത്വത്തിൽ സഹോദരനാകുന്ന പ്രവാചകരെ, കടന്നു വരിക, കടന്നു വരിക. അല്ലാഹുവുമായി നേരിട്ട് കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹത്തിൽ പടച്ച റബ്ബിനോട് ചോദിച്ചു ചോദിച്ച് നിലകൊണ്ടതാകുന്ന മൂസാ നബി അല്ലാഹുവിനെ കാണാൻ വേണ്ടി മലകൾ കയറിയവരല്ലയോ? ആകാശലോകത്ത് നിന്നുള്ളതാകുന്ന പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയിൽ നിന്ന് ഒരൽപ്പം പടച്ച റബ്ബിന്റെ പ്രകാശത്തിൽ അടിച്ചു വീശിയപ്പോ കോടാനു 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 കോടിയിൽ നിന്ന് ഒരംശം ഭൂമിയിലേക്ക് വന്നപ്പോ മൂസാ നബി അലൈഹിസ്സലാം ബോധരഹിതനായി പോയില്ലയോ? പരിശുദ്ധ ഖുർആൻ ഈ സംഭവം വ്യക്തമായി ലോകത്തിന് നൽകിയില്ലയോ? കാണാൻ സാധിക്കാത്തവർ ധാരാളം ഉണ്ടാകും. ചന്ദ്രനിലേക്കൊന്ന് പോകാൻ വേണ്ടി പരിശ്രമിച്ചവർ, പേടകം തകർന്നു പോയതാകുന്ന ആളുകൾ ഉണ്ടാകും. ടൈറ്റാനിക്കിന്റെ കപ്പലിന്റെ ആഴയിലേക്കൊന്ന് സഞ്ചരിക്കാൻ പോയ ആളുകൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷെ അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ചവനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആകാശലോകം മുഴുവനും കീഴടക്കിക്കൊണ്ട് പ്രവാചകൻ യാത്ര തിരിക്കുകയാണ്, യാത്ര തിരിക്കുകയാണ്. എനിക്ക് എത്താൻ പറ്റാത്ത ലോകത്തേക്ക് യാത്ര തിരിച്ച പ്രവാചകരെ, മർഹബാ
സ്വാഗതമാണ്, സ്വാഗതമാണ്. ആരാണ്? വാതിൽ തുറക്കപ്പെടുകയാണ്. ചോദ്യങ്ങളുണ്ട്, മറുപടികളുണ്ട്. വാതിൽ തുറക്കപ്പെടുന്നു. ഫൈദം ബി ഇബ്രാഹിം അലൈഹിസ്സലാം. ഖലീലുള്ളയാണ്, അല്ലാഹുവിന്റെ ഉറ്റ ചങ്ങാതിയാണ്. ബഹുമാനപ്പെട്ട മുത്തുനബിയെ കണ്ട മാത്രയിൽ സ്വാഗതം അരുളുകയാ. മർഹബാ ബിന്നബി സ്വാലിഹ് വൽ ഇബ്നി സ്വാലിഹ്. കടന്നു വരുക നബിയേ, എന്റെ മകനാകുന്ന ഇസ്മായിലിന്റെ പരമ്പരയിൽ കടന്നു വന്ന പൊന്നുമോനല്ലേ, മുഹമ്മദല്ലേ, കടന്നു വരുക. സ്വാഗതമാണ്, സ്വാഗതമാണ്. അബുൽ അംബിയ ആണ്, അംബിയാക്കളുടെ പിതാവെന്ന സ്ഥാനപ്പേരിന് അർഹനാണ്. പക്ഷേ പടച്ചറപ്പിനെ നേരിട്ട് കാണാൻ സൗഭാഗ്യം കിട്ടിയിട്ടില്ല. ആ അവസരം നബിയെ തങ്ങൾക്കിതാ കൈവന്നിരിക്കുന്ന റസൂലേ, കടന്നു പോകുക ഹബീബേ. 6 ആകാശങ്ങളും 7 ആകാശങ്ങളും ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും താണ്ടി ഹത്താ ലിബഹരിൻ നൂരി ജിബ്രീലും വഖഫ് ഫീ ശത്തിഹി റഅബു ഫവദ്ദഅഹാ ഖതഫ് ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ് അബ്ശിർ തുനാജി റബ്ബക്കൽ ഖയ്യൂമാ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബുറാഖ് എന്ന വാഹനത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം 7 ആകാശങ്ങൾക്കപ്പുറം അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്കുള്ള യാത്രയെത്തുകയാണ്. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ തീരത്തേക്ക് എത്തുകയാണ്. അഖ്തറേ शाम की आती है फलक से आवाज, सजदा करती है जिसे सहर वो है आज की रात. रहे एक गाम है हिम्मत के लिए अर्शे बरी कह रही है ये मुसलमान से मेराज की रात. ഏതൊരു മനുഷ്യന്റെയും ഹൃദയാന്തരങ്ങളിൽ സ്നേഹത്തിന് വിരിമാറ് തീർത്തതാകുന്ന പ്രവാചകർ പരിശുദ്ധമായ യാത്ര ചെന്ന് നിൽക്കുകയാണ്. 1 വർഷത്തോളം ദുഃഖിച്ചിരുന്ന പ്രവാചകർ തന്റെ പ്രിയപ്പെട്ട ഭാര്യ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ, പിതൃവ്യൻ മരണപ്പെട്ടു പോയതിന്റെ പേരിൽ ദുഃഖത്തിൽ തളം കെട്ടി നിന്ന പ്രവാചകർക്ക് നുബുവത്തിന്റെ 11ാമത്തെ വർഷം പരിശുദ്ധമാക്കപ്പെട്ട യാത്ര അല്ലാഹു സമ്മാനിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഇസ്റാ മിഅ്റാജാണ്. ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുഹദറത്തിലേക്കുള്ള യാത്രയാ. പ്രകാശത്തിന്റെ പ്രോജ്വല പ്രഭയുടെ തീരത്ത് എത്തിയപ്പോ ബഹുമാനപ്പെട്ടതാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു അത്രേ, ദഅനി തഖദ്ദം യാ ഹബീബി ലാ തഖഫ്. നബിയേ, നബിയേ, എന്നെ വിടൂ നബിയേ, ഇനി തങ്ങൾക്കുള്ള ഊഴമാണ്, യാത്രയാണ്. ഈ പ്രകാശത്തിന്റെ തീരത്തിനപ്പുറത്തേക്ക്, ഈ കടലിനപ്പുറത്തേക്ക് ജിബ്രീലിന് വരാൻ സാധിക്കില്ല റസൂലേ. എന്റെ ചിറകുകൾ കരിഞ്ഞു പോകും ഹബീബേ. തങ്ങൾ പോകണേ, തങ്ങൾ പോകണേ. ലോകത്ത് ഒരാൾക്കും എത്തിപ്പെടാൻ പറ്റാത്ത, ഒരു മലക്കിന് പോലും എത്തിപ്പെടാൻ സാധിക്കാത്ത തലത്തിലേക്ക് ഹബീബായ നബി തങ്ങൾ യാത്ര പോവുകയാണ്, യാത്ര പോവുകയാണ്. പരിശുദ്ധരാകുന്ന പ്രവാചകർ അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് യാത്ര പോവുകയാണ്, യാത്ര പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. ثم دنا فتدلى فكان قاب قوسين أو أدنى فأوحى إلى عبده ما أوحى ما كذب الفؤاد وما رأى
لقد رآه من آيات ربه الكبرى. ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക സൃഷ്ടിപ്പിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്കും ആഹാരം നൽകുന്നവനായ അല്ലാഹു എന്ന ജഗന്നിയന്താവായ പടച്ച റബ്ബിനെ നേരിട്ട് കാണാൻ വേണ്ടിയുള്ള യാത്രയാണ്. ആ യാത്രയുടെ പര്യവസാനം അല്ലാഹുമായി ദർശിക്കുകയാ. ثم دنا فتدلى فكان قاب قوسين أو أدنى. അമ്പും വില്ലും എത്രമാത്രമാണോ ചേർന്ന് നിൽക്കുന്നത് അതിനേക്കാളേറെ ഹബീബായ നബി തങ്ങളും അല്ലാഹുവുമായി നേരിട്ട് കാണുകയാണ്, നേരിട്ട് സംഭാഷണം നടത്തുകയാണ്. സുബ്ഹാനല്ലാഹ്. അത്തഹിയാത്തുൽ മുബാറകാത്തു അസ്സലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്. എല്ലാ തിരുമുൾ കാഴ്ചകളും എല്ലാ അഭിവാദ്യങ്ങളും അല്ലാഹുവേ ഞാനിതാ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അല്ലാഹ് ഹബീബായ നബി തങ്ങൾ അല്ലാഹുവിന് വേണ്ടി സർവ്വതും സമർപ്പിക്കുകയാണ്. അല്ലാഹ് ഉടനെ പറയുകയാണ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോകത്തിലെ മുഴുവൻ കാരുണ്യത്തിന്റെ വെളിച്ചമായി ഞാൻ പറഞ്ഞയച്ചതാകുന്ന നബിയേ, നബിയേ, തങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയുണ്ടാവട്ടെ, അവന്റെ അനുഗ്രഹാശിസുകൾ ഞങ്ങൾക്കും ഞാനിതാ നൽകുന്ന നബിയേ. ആദരവായ പ്രവാചകർ അല്ലാഹുവുമായി നേരിട്ട് കാണുകയാണ്. ഒരു പ്രവാചകനും എത്തിപ്പെടാൻ പറ്റാത്ത, ഒരു മഹത്തുക്കളും ഇന്ന് വരെ കാലുകുത്താത്തതാകുന്ന തലത്തിലേക്ക് ലോകത്താദ്യമായി സഞ്ചരിച്ചത് 1400 വർഷം മുമ്പ് ഹബീബായ നബി തങ്ങളാണ്. ചന്ദ്രയാൻ 3 വിക്ഷേപണം നടത്തിയിട്ട് ചന്ദ്രനിൽ പോയതിന്റെ പര്യവസാനം കുറിച്ചതിന്റെ പേരിൽ അഭിമാനത്തോടുകൂടി സ്റ്റാറ്റസ് ഇടുന്ന മുസ്ലിമേ, ഈ പരിശുദ്ധ റബീഉൽ നിന്റെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ ഈമാൻ പ്രചരിക്കുന്ന സമയമാണ്. ആ ചന്ദ്രനപ്പുറത്തേക്ക്, സർവഗ്രഹങ്ങൾക്കപ്പുറത്തേക്ക്, 7 ആകാശങ്ങൾക്കപ്പുറം ആലമുൽ ജബറൂത്തും മലക്കൂത്തും നാസൂത്തും കഴിഞ്ഞ് അല്ലാഹുവിന്റെ തിരുസവിധത്തിലേക്ക് യാത്ര തിരിച്ച പ്രവാചകരെ നീ തിരിച്ചറിയണേ. 3,84,403 കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രഹത്തിലേക്ക് മനുഷ്യൻ കാലുകുത്തി എന്ന് അവകാശപ്പെടുമ്പോഴും മുസ്ലിമേ, അതിനപ്പുറത്തേക്ക് സഞ്ചരിച്ച പ്രവാചകരെ എന്തേ ഈ നവസമൂഹത്തിന് നീ പരിചയപ്പെടുത്താത്തത്? എന്തേ ലോകം ചർച്ച ചെയ്യാത്തത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ആ യാത്രയിൽ ഞാൻ ധാരാളം കാഴ്ചകൾ കണ്ടുപോയി സാബാ.